السلام عليكم ورحمة الله وبركاته. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. ഇസ്ലാം വളരെയധികം പ്രാധാന്യം നൽകുന്ന ദാനധർമ്മങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് വഖഫ് സ്വത്ത് എന്ന് പറയുന്നത്. വഖഫ് ചെയ്യൽ, വസിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചിരുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ അൽ ഹബ്സു മിന തസറുഫ് എന്നാണ് ഭാഷയിലെ അതിനർത്ഥം. എന്ന് പറഞ്ഞാല് ക്രയവിക്രയ സ്വാതന്ത്ര്യം തടഞ്ഞു വെക്കുക എന്നതാണ് അതിന് ഭാഷാപരമായിട്ടുള്ള അർത്ഥം. എന്നാൽ അതിന് ശർഈ ആയിട്ട്, മതപരമായിട്ട് തഹ്ബീസുൽ അസ്ലി വ തസ്ബീലു സമറ എന്നാണ് സാങ്കേതികമായിട്ട് വഖഫ് പറഞ്ഞത്. അതായത് വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിനെ, ആ വസ്തുവിനെ നിലനിർത്തുകയും അതിന്റെ പ്രയോജനം ഏതൊന്നിനാണോ വഖഫ് ചെയ്യപ്പെട്ടത് ആ കാര്യത്തിൽ മാത്രം വിനിയോഗിക്കുക. അതാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൈമാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അതിൽ അധികാരപ്പെടുത്താനോ കഴിയുകയില്ല എന്നുള്ളതാണ്. പിന്നീട് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ നിശ്ചയിച്ചു വെച്ചു എന്നാണ്. അതുകൊണ്ടാണ് തസ്ബീലുൽ മൻഫഅ, അതിന്റെ പ്രയോജനങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അതാണ് വഖഫ്. കെട്ടിടങ്ങള്, അതേപോലെ തന്നെ കടകള്, തോട്ടങ്ങള്, ഇതൊക്കെ വഖഫ് ചെയ്യാറുണ്ട്. അതിന്റെയൊക്കെ വരുമാനം ഇന്ന രീതിയിൽ, ഏത് രീതി മേഖലയിലേക്കാണോ നമ്മൾ വഖഫ് ചെയ്യുന്നതെങ്കിൽ ആ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നു, അത് പോകുന്നു എന്നതാണ്. 3 തരത്തില് വഖഫുകൾ. ഒന്ന് വഖഫുൽ അഹ്ലി എന്ന് പറയും. വഖഫുൽ അഹ്ലി എന്ന് പറഞ്ഞാല് തന്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ പിന്നെ മക്കളിലെ സാധുക്കളായ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രയോജനത്തിന് വേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്ന് കുറച്ച് മാറ്റിവെക്കുക. അത് എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയില് അതിലെ പാവങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ളത്. അത് വഖഫുൽ അഹ്ലിയാണ്. അത് അവർക്ക് മാത്രമേ പിന്നെ ഉപയോഗിക്കാൻ പറ്റൂ. അതിലെ സാധുക്കൾക്ക്, മിസ്കീങ്ങൾക്ക് മാത്രമേ അത് എടുക്കാൻ പറ്റൂ. അതാണ് വഖഫുൽ അഹ്ലി. രണ്ടാമത്തത് വഖഫുൽ ഖൈരിയാണ്, അല്ലെങ്കിൽ വഖഫുൽ ആം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ പൊതുമേഖലയിലേക്ക്, അത് പൊതുമേഖലയിലേക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അത് മൊത്തത്തിൽ വേണ്ടി എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അത് ഫുഖറാക്കള്, മിസ്കീങ്ങള്, ഏത് മിസ്കീനും അതെന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. അതാണ് പള്ളി കെട്ടല്, മദ്രസ ഉണ്ടാക്കല്, ഹോസ്പിറ്റൽ ഉണ്ടാക്കല്, അതുപോലെ തന്നെ ഒരു സ്കൂൾ ഉണ്ടാക്കല്, അതൊക്കെ വഖഫാണ്. പൊതുസ്ഥാപനങ്ങള്, അതൊക്കെ എന്ത് ചെയ്യാം, വഖഫ് ചെയ്യാം. അത് പൊതുമേഖലയിലുള്ള വഖഫുൽ ഖൈരിയാണ്. പിന്നെ വഖഫുൽ മുശ്തറക്ക് എന്ന് പറയും. വഖഫുൽ മുശ്തറക്ക് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുന്ന സന്ദർഭത്തില് അത് തന്റെ കുടുംബത്തിലെ സാധുക്കളായ ആളുകൾക്കാണ്. എന്നാൽ ആ സാധുക്കൾ ഇല്ലാതെയായാൽ പിന്നീട് അത് പൊതു സാധുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടും. അങ്ങനെ 2 നിലക്ക് വഖഫ് ചെയ്യും. വസിയത്ത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. വസിയത്തും വഖഫും തമ്മിലുള്ള വ്യത്യാസം, വഖഫ് എന്ന് പറയുന്നത് അസ്ലിനെ ആർക്കും ഉടമപ്പെടുത്താൻ കഴിയില്ല. തഹ്ബീസുൽ അസ്ലാണ്. പറഞ്ഞാല് ഇപ്പൊ പള്ളിക്കുള്ള സമ്പത്ത്, പള്ളിക്ക് ഒരു കട കൊടുക്കുകയാണെങ്കിൽ ആ കടയുടെ വിൽക്കാനോ ഒന്നും പാടില്ല. അതങ്ങനെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ഫലം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പള്ളിക്ക് കിട്ടുന്നത്. അതാണ് വഖഫ്. വസിയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. വസിയത്ത് ചെയ്യുന്ന ആള് മരണപ്പെടുമ്പോഴാണ് അത് ഉടമപ്പെടുത്തുന്നത്. ആർക്കാണോ വസിയത്തിനെങ്കിൽ അയാൾ ഉടമപ്പെടുത്തും. ആ ഉടമപ്പെടുത്തിയ ആൾക്ക് അതിനെ വിൽക്കാനും അതിനെന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അയാൾക്ക് പിന്നെ എന്തും ചെയ്യാം. വഖഫ് അത് പാടില്ല. അത് അള്ളാഹുവിന്റെ രീതിയിൽ നമ്മൾ വഖഫ് ചെയ്തതാണ്. അതേപോലെ തന്നെ മറ്റൊന്ന്, വഖഫ് ചെയ്താൽ പിന്നീട് ഒരിക്കലും അതിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അത് ചെയ്ത ശേഷം അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ഞാൻ വഖഫ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാൻ പാടില്ല. വസിയത്ത് വേണമെങ്കിൽ ഒഴിവാകാം.
വസിയത്ത് എന്തിയാണ്? ഞാൻ എന്റെ മരണശേഷം ഈ സമ്പത്തിൽ നിന്ന് ഇത്ര ഞാൻ ഇന്ന ആൾക്ക് കൊടുക്കാൻ വസിയത്ത് ചെയ്യുന്നു. എന്നാൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാം. അല്ലെങ്കിൽ അയാൾക്കത് വിൽക്കാം. അത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ വസിയത്ത് ബാത്തിലായി. വഖഫ് അങ്ങനെയല്ല. വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് റദ്ദാക്കാൻ പാടില്ല. അതാണ് മറ്റൊരു വ്യത്യാസമുള്ളത്. അതേപോലെ തന്നെ വഖഫ് എന്ന് പറയുന്നത് ലാ ഹദ്ദ ലിഅക്തരിഹിന, എത്ര വേണമെങ്കിലും നമുക്ക് വഖഫ് ചെയ്യാം. നമ്മുടെ സ്വത്തിൽ നിന്ന് എത്ര വേണമെങ്കിലും വഖഫ് ചെയ്യാം. എന്റെ സ്വത്ത് മുഴുവൻ ഞാനും എന്ത് ചെയ്യുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യാം. പക്ഷെ വസിയത്ത് അവന്റെ സമ്പത്തിന്റെ 1/3 മാത്രമേ വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് വസിയത്തും വഖഫും തമ്മിലുള്ളത്. അതുപോലെ വഖഫ് എന്ന് പറയുന്നത് അനന്തരാവകാശിക്കും വഖഫ് ചെയ്യാം. അനന്തരാവകാശിക്ക് ഇപ്പൊ മകനോ അല്ല ആർക്കെങ്കിലും വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട് വഖഫ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ വസിയത്ത് പറ്റില്ല. വസിയത്ത് അനന്തരാവകാശികൾ അല്ലാത്തവർക്കേ വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അനന്തരാവകാശികൾക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ട് എന്നല്ല നമ്മൾ വിശദീകരിച്ചു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വഖഫ് ചെയ്യാൻ പാടില്ല. അതേപോലെ വഖഫ് ചെയ്യുന്നത് വിൽക്കാനോ അത് പിന്നെ സമ്മാനമായിട്ട് കൊടുക്കാനോ ഒന്നും പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് വഖഫ് ചെയ്യല്, എപ്പോഴാണ് വഖഫായിട്ട് മാറുന്നതെന്ന് പറഞ്ഞാല്, ഒന്നുകില് അതിന്റെ ഉടമസ്ഥൻ വാക്കാലോ രേഖാപൂർവമോ എന്ത് ചെയ്യാണ്, എഴുതി രേഖപ്പെടുത്തുകയാണ് ചെയ്യുക. അതല്ലെങ്കിൽ പൊതുവായിട്ട് വഖഫായി ഉപയോഗിക്കുന്നതിന് വിട്ടുകൊടുക്കുക. ഒരാൾക്ക് കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന്റെ ബാക്കിൽ കുറെ വീടുകളുണ്ട്, അവിടേക്ക് ആളുകൾ എന്ത് ചെയ്യാണ്, നടന്നങ്ങനെ പോകുന്ന ആളുകളായിട്ട് വഴിയായിട്ട് ഇങ്ങനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അയാൾ അതിന് വേലി കെട്ടൊന്നും ചെയ്യാതെ എന്ത് ചെയ്യാണ്, തുറസാക്കി വിട്ടിട്ടുണ്ട്. അതങ്ങനെ എന്ത് ചെയ്യാണ്, അങ്ങനെ വിട്ടുകൊടുക്കുമ്പോ ആളുകൾക്ക് മനസ്സിലായി ഇത് പൊതുവഴിയായിട്ട് അയാൾ വിട്ടുകൊടുത്താണ്, ഇത് വഖഫായി, അതിന് വഖഫാണ്. അതേപോലെ ഉദാഹരണത്തിന് എന്റെ ഈ സ്വത്ത് ദരിദ്രരുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വഖഫായി, അത് ദരിദ്രരുടെ ഇതിനായി. അതേപോലെ എന്റെ ഇന്ന ഭാഗത്തുള്ള സ്ഥലം ഞാൻ പള്ളിക്കായിട്ട് കൊടുത്തു, അല്ലെങ്കിൽ മദ്രസക്കായിട്ട്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ആളുകൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്ന ഒരു മുറി ഒഴിഞ്ഞു കൊടുക്കുന്നു. എന്റെ ഇത്രയും കടകളിൽ ഒരു കടയിലെ വരുമാനം ഞാൻ മരിച്ചാലും എനിക്ക് കിട്ടണം, അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതകാലത്ത് തന്നെ എന്റെ ഖബർക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. വലിയ ഖൈറാണ് അതൊക്കെ. പണ്ട് കാലത്തുള്ള ആളുകൾ മുഴുവനും അങ്ങനെ എന്ത് ചെയ്യുന്നു, വഖഫ് ചെയ്തിരുന്നു എന്നാണ്. സമ്പന്നർക്ക് മരണശേഷവും അവരുടെ സമ്പത്ത് നിലനിന്ന് പോകാൻ വേണ്ടി, അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി സമ്പന്നർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് വഖഫ് ചെയ്യുക എന്നുള്ളത്. അത് വലിയ ഒരു പ്രതിഫലമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതി. ഒരാൾ മരിച്ചു കഴിഞ്ഞാലും ആ മുഅ്മിനിന് അയാളുടെ അമലിൽ നിന്ന് ബാക്കിയായിട്ട് അയാളുടെ ഖബറിലേക്ക് അയാൾക്ക് എത്തിച്ചേരുന്നതിൽ പെട്ടതാണ് ഇൽമൻ നശറഹു, അയാൾ പഠിപ്പിച്ചു കൊടുത്ത വിജ്ഞാനം, അറിവ് പ്രചരിപ്പിക്കാൻ എന്ത് ചെയ്തു, അയാൾ ചെയ്തു. അപ്പോ ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ദീന് പഠിക്കാൻ വേണ്ടി ഒരു കുട്ടിയെ വഖഫ് ചെയ്യുക. ഇപ്പൊ ഞാനൊരു കുട്ടിക്ക് പഠിക്കാനുള്ള ചെലവ് അയാള് പിന്നെ ഒരു മാസത്തിന് 6000-7000 രൂപയാണെങ്കിൽ ഞാൻ അത് കൊടുക്കാം എന്ന് പറയുന്നത് അയാൾക്ക് വലിയ പ്രതിഫലമാണ്. അയാൾ മരിച്ചാലും ആ ഇൽമ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ പഠിച്ച ഏത് കുട്ടിയാണ് നമ്മളെ പഠിപ്പിച്ചത്, ആ കുട്ടി മരിച്ചാലും അത് നിലനിൽക്കുന്നതാണ്. കാരണം ആ കുട്ടി വേറെ ആൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക. അതാണ് വലിയ ഇതാണ്. അതേപോലെ വലദൻ സാലിഹൻ തറക്കഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാലിഹായ കുട്ടിയെ ഇവിടെ വിട്ടേച്ചു പോകുക എന്നുള്ളത് നമ്മുടെ മരണശേഷത്തേക്കുള്ള നമ്മുടെ അമലപ്പെട്ടതാണ്. അത് മുസ്ഹഫൻ വറസഹു, നമ്മുടെ പിൻഗാമികൾക്ക് വേണ്ടി ഒരു ഖുർആൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അവശേഷിപ്പിച്ചു. ആ ഖുർആൻ വേറെ ആളുകൾ ഓതുന്നു, പള്ളിക്കൊരു മുസാഫ് കൊടുത്തു. ആ പള്ളിയിൽ എന്ത് ചെയ്യണം, മുസാഫ് ഓതുന്ന കാലത്തോളൊക്കെ നമുക്ക് അതിന്റെ കൂലിട്ടാണ്. അതേപോലെ അതല്ലെങ്കിൽ ഒരു ദീനി ബുക്ക്, മതം പഠിപ്പിക്കുന്ന ദീന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം, അത് പ്രിന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളാൽ കഴിയുന്ന ഒരു സംഖ്യ കൊടുത്തു. ആ പുസ്തകം ലോകത്ത് എവിടെയൊക്കെ വായിക്കുന്നുണ്ടോ അതനുസരിച്ച് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ കൂലി വഖഫായിട്ട് നമുക്ക് വരും. അതേപോലെ മസ്ജിദൻ ബനാഹു, ഒരു പള്ളി ഉണ്ടാക്കി. ഔ ബൈത്തൻ ഇബ്നി സബീലി ബനാഹു, യാത്രക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു വീട് ഉണ്ടാക്കി. ഔ നഹ്റൻ നജറാഹു, അല്ലെങ്കിൽ പുഴ
എന്ത് ചെയ്തു? അവന് വെട്ടി. അവന്റെ ജീവിതത്തിൽ അയാൾ ഒരു ധർമ്മം കൊടുത്തു. ഇതൊക്കെ മരിച്ചതിന് ശേഷം കിട്ടും. ആ പുഴ ഒഴുകുന്നത് പോലെ നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പുഴ ഉണ്ടാക്കുക, ഒരു തോടുണ്ടാക്കുക, തോടിന് സ്ഥലം വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ഒരു കിണർ കുഴിക്കുക, ഇതൊക്കെ വലിയ കൂലിയുള്ളതാണ്. ഒരു കിണർ കുഴിച്ചിട്ട് അത് ആളുകൾക്ക് വഖഫ് ചെയ്യുക ജീവിതകാലത്തിലെ ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യമാണത്. ഇപ്പൊ നല്ല ചൂടല്ലേ, ഈ ചൂടുള്ള സമയത്ത് നമ്മൾ പിന്നെ വെള്ളമില്ലാത്ത സ്ഥലങ്ങൾ നോക്കി അവിടെ ഒരു കിണർ കുഴിച്ചു കൊടുക്കും. നിങ്ങൾ കണ്ടില്ല, അറബികൾ അതിന് തെരഞ്ഞു നടക്കും. അവർക്ക് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, ഇല്ലാത്ത അറബികൾ നമുക്കറിയാം. അവര് നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന അറബികൾ വരെ അവർക്ക് ഈ കൂലി അറിയുന്നത് കൊണ്ട് അവര് പറയാം, അടുത്ത മാസം ശമ്പളം കിട്ടിയിട്ട്, അടുത്ത മാസത്തെ എന്റെ ശമ്പളം കിട്ടിയിട്ട് നിങ്ങൾ എനിക്കൊരു കിണർ ഒഴിക്കാൻ നിങ്ങൾ ശരി ഇതാക്കി തരണം. കാരണം ആ കിണറിലെ വെള്ളം എന്ത് ചെയ്യാണ്? വലിയ പ്രതിഫലമാണ്. അപ്പൊ അതിനു വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആളുകൾ വഴിയിൽ പോകുന്ന ആളുകൾക്ക് വേണ്ടി കുടിക്കാൻ വേണ്ടി ഒരു ടാപ്പ്, ഒരു പൈപ്പ് വെള്ളം ഇങ്ങനെ എന്ത് ചെയ്യാണ്? പുറത്തൊക്കെ ഇട്ടുകൊടുക്കുക. ആ വെള്ളം കുടിക്കുന്ന അതിന്റെ കൂലിയൊക്കെ നമുക്ക് കിട്ടും. ഇനി ഒന്നിനും കഴിയില്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ആ മതിലിന്റെ അവിടെ എവിടെയും പുറത്ത് വെച്ചാൽ അതിലൊന്നും വല്ല പക്ഷികളോ കിളികളോ വന്ന് കുടിക്കുകയാണെങ്കിൽ അതും നമുക്ക് കൂലിയാണ്. അതൊക്കെ ഇതിൽ പെട്ടതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം യകുൻ അഹദും മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂ മഖ്ദറത്തിൻ ഇല്ലാ വഖഫ. കഴിവുള്ള ഒരു സഹാബിയും വഖഫ് ചെയ്യാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരും നമ്മളെ പോലെയല്ല, വലിയ ദരിദ്രരായിരുന്നവര്. എന്നിട്ടും അവര് വഖഫ് ചെയ്യാത്ത ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഇബ്നു ഖുദാമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വഖഫ് ചെയ്യുമായിരുന്നു. നമുക്ക് ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സമ്പത്ത് ഒന്നും നമുക്കല്ല, നമ്മുടെ മക്കൾ ഓരി വെച്ചെടുക്കുക. പക്ഷെ അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് പരലോകത്തിന് വേണ്ടി നമ്മളൊരു വഖഫ് ചെയ്യുക. ഒരു പള്ളി ഉണ്ടെങ്കിൽ അതിലൊരു മുസല്ലക്ക് വേണ്ടി ഇത്ര പൈസ എന്റെ വക. ഒരു പള്ളി കെട്ടാൻ നമുക്ക് കഴിയില്ല, അപ്പൊ ഒരു മുസല്ല. അതല്ലെങ്കിൽ പിന്നെ ഒരു പൊതുസ്ഥാപനത്തിന് വേണ്ടി ഒരു ജനങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പണ്ട് നമ്മളെ ഫറൂഖ് കോളേജ് വഖഫാണ്. അതിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾ അവിടുന്ന് പഠിച്ചിറങ്ങുന്നു. അതിനൊക്കെ കൂലിയുണ്ട്. വഖഫ് സ്വത്ത് അമുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മളൊരു പിന്നെ ഫറൂഖ് കോളേജിലെ അമുസ്ലിങ്ങൾ എല്ലാവരും പഠിപ്പിക്കണം ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വഖഫാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടി, പൊതുകാര്യത്തിന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി അതിനുവേണ്ടി നമ്മൾ സഹായിച്ചു. അതൊക്കെ വഖഫിന്റെ ഇനയായിട്ടാണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ വഖഫുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് എന്താണ്, ഇസ്ലാമില് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന വഖഫുകളും അതുമായി ബന്ധപ്പെട്ട ചരിത്രവും നാളെ വിവരിക്കാം. അല്ലാഹു തആല നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.